വണ്ടിയുടെ EMI, വീടിന്റെ ലോൺ 1 മാസം കിട്ടിയ ശമ്പളം കൊണ്ട് അരി മേടിക്കാൻ പോയിട്ട് പുരി മേടിക്കാൻ പോലും തികയില്ലെന്ന് തോന്നുന്നു. ദൈവമേ, നിന്റെ അമ്മയുടെ ഫോണിന്റെ EMI ഇല്ല മോളെ. അത് ശരിയാ. ടെൻഷൻ. അഭിജേട്ടാ, നമ്മുടെ റിലേഷൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ പറയാം എനിക്ക് കുറെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഡേറ്റ് ചെയ്താലോ ഒരുമിച്ച്? ആൻസിയ നിന്റെ അടുത്ത് പലണം പറഞ്ഞിട്ടുണ്ട് ഈ പാളംകോട് നിന്നിട്ട് വൈറ്റിന്നോട് മോഡുലേഷനോട് വർത്താനം പറഞ്ഞിരുന്നത് കേട്ടിട്ട് നിറച്ചിട്ടുള്ള. അത് ഞാൻ പിറന്ന നാള് തൊട്ട് ഉള്ളതാണ്. ഇനി ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് പറയട്ടെ. അതായത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് എന്താന്ന് വെച്ചാല്, സ്വിറ്റ്സർലൻഡിലെ പ്ലത്തിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്ലെന്തിക്കോ എന്ന് പറഞ്ഞ ഹോട്ടലില് പ്ലക്കിക്കോ എന്ന് പറയുന്ന ഒരു ഐറ്റം കഴിക്കാൻ. പ്ലക്കിക്കോ അല്ല, പ്ലിഫിക്കോ എന്ന് പറയുന്ന ഒരു ഐറ്റം കഴിക്കാന്നാണ് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉള്ളത്. അപ്പൊ അഭിജന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇപ്പൊ എന്താണ് ഉള്ളത്? ബക്കറ്റ് ലിസ്റ്റാ? ആകെ കുളിമുറിയിൽ ഒരു 10 ലിറ്ററിന്റെ പെയിന്റ് ബക്കറ്റ് ഇരിക്കുന്നത്, പിന്നെ 5 കിലോ സോപ്പ് പൊടി മേടിച്ച ഇടയ്ക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ്. ആ 2 ബക്കറ്റും അല്ലാതെ മറ്റൊരു ബക്കറ്റിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്കറിയില്ല, എന്റെ സാമ്പത്തിക സ്ഥിതി എന്നെ അനുവദിച്ചിട്ടില്ല. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഇറസിബിൾ ഇങ്ങനാണെങ്കിൽ നിന്റെ ലൈഫിൽ നീ രക്ഷപ്പെടുവാടാ പട്ടി. നിന്റെ നിഘണ്ടുവിൽ സക്സസ് എന്ന് പറഞ്ഞ വാക്ക് കാണുവാടാ തെണ്ടി. അതൊക്കെ പൊട്ടി നിനക്ക് നിഘണ്ടു കൊണ്ടോടാ ചെറ്റ്. ഒരു പെയിന്റ് ബക്കറ്റ് എവിടെ കാച്ചാൻ വന്നേക്കുന്ന പെയിന്റ് ബക്കറ്റ് ഒരു 10 രൂപ താടാ പട്ടി. കഴിവേറി വീട്ടിൽ പോവാ, വണ്ടി കൂലി ഇല്ല. 10 രൂപയല്ലേ? അപ്പിക്കത് കണ്ടി കഴിച്ചൊന്നുമല്ല, പക്ഷേ ഉള്ളിലൊരു തിങ്ങല്, നെച്ചിലൊരു എച്ചില്, അതിവിടെ പന്നി. എനിക്കതിന് ഇഷ്ടമായിരുന്നു. കണ്ണാടി എടുത്തോ ഏടാ, കണ്ണും കണ്ടൂടാ. സ്വിറ്റ്സർലൻഡിലെ ഹലോ, അതെ അനുസരിച്ചാണ്. അല്ല